ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ കുക്കിംഗ് വിത്ത് മീ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഞാനൊരു പാനിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നി കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്, മല്ലിയിലയും പുതിനയിലയൊക്കെ അരച്ചിട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ലെഗ് പീസ് തുടയോടുകൂടിയുള്ള ഭാഗം 4 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോ 100 ഗ്രാം കാണും. ഇതിൽ കത്തിയോണ്ട് നല്ല ആഴത്തിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ലിറ്റിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മസാലയെല്ലാം നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ ഇത് 2 കഷ്ണമാക്കിയിട്ടും തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം. ഞാൻ ഇതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമ്മൾ മസാലയെല്ലാം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാനുള്ളതാണ്. ഇനി ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു വലിയ ബൗളിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് നല്ല കട്ടിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. നമ്മൾ തൈര് ഒരു അരിപ്പയിലൂടെ അരിച്ചോ അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടിവെച്ചോ അതിൽ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാലപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചാട്ട് മസാല ചേർക്കുമ്പോഴത്തേക്കുമാണ് ഇതിന് കറക്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ചേർക്കുമ്പോഴത്തേക്കും കയ്യിലിങ്ങനെ വെച്ച് നന്നായിട്ട് തിരുമ്മി പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കസൂരി മേത്തി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി പോലെ വരും. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണവും നല്ല ഫ്ലേവറും ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ആണ് കേട്ടോ, ചെറിയ സ്പൂണാണ് ചേർക്കേണ്ടത്. ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചെയ്യാം. ഈ ചിക്കന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു നുള്ളു റെഡ് കളർ പൊടി കലക്കിയതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് ഓയിൽ ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ്. ഞാൻ അത് കാരണം പിന്നീടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ ഓയിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. മിക്സ് ചെയ്യുമ്പോൾ മസാല കൂടുതൽ തിക്കാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് പുരട്ടി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡും ആ സ്ലിറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് കൈയോട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. എത്ര സമയം കൂടുതൽ വെക്കുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ മസാലയിലും ചിക്കനിലും നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 6-7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ളൊരു പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇത് നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് ചുവട് കട്ടിയുള്ള പരന്ന പാൻ ഉപയോഗിക്കാം. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ അധികമൊന്നും ഒഴിക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയാകും.
ഇനി ഇതിനൊരു നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പീസ് വെച്ചിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. കൂടുതൽ കുത്തി നിറച്ചൊന്നും ഇടരുത്. കൂടുതൽ കുത്തി നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് വെക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഈ 6 മിനിറ്റും നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം നമ്മൾ വേറെ ജോലിക്കൊന്നും പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ചിക്കൻ ഇട്ടിട്ട് 2 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഈ കാണുന്ന പോലെ നല്ല ബ്രൗൺ കളറും ക്രിസ്പിയൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് വറുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പാകത്തിന് കുക്കായി കിട്ടില്ല. അതുപോലെ സൈഡൊക്കെ കളർ കിട്ടില്ല. അതുകൊണ്ടാണ് വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ 6 മിനിറ്റ് വെക്കാൻ പറയുന്നത്. വീണ്ടും ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് 6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചിക്കൻ്റെ 2 സൈഡ് നല്ല ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഈ 10-15 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ചിക്കൻ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ല പാകമായി 2 സൈഡും ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു കഷ്ണമോ ഇങ്ങനെ സ്റ്റവിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കണം. കത്തി നല്ല കനലായി വരണം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡ് മൂത്ത് നല്ല പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഒരു സ്മോക്കി സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചെടുത്ത ചാർക്കോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ ചിക്കൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് പുക വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് പാൻ മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ സ്റ്റവ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പേശ ചിക്കൻ വറുക്കുമ്പോഴത്തേക്കും ഇതിലെ എണ്ണയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് പുതിയ എണ്ണ ഒഴിച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനായ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. മല്ലിയില ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇല മാത്രം അടർത്തി എടുത്തതാണിത്. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് മിൻറ്റ് ലീവ്സ്. ഇലയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലുള്ള വെള്ളമയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി വേണ്ടത് 2 വലിയ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലകളും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിയുള്ള തൈര് ചേർക്കരുത്. ഒരു ചെറിയ പുളിയുള്ള തൈര് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ പുളി ഉപ്പും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് തന്തൂരി ചിക്കൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഗ്രീൻ ചട്നിയുടെ പുറത്തൊരു മിൻറ്റ് ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. തന്തൂരി ചിക്കൻ നമുക്ക് സവാള വട്ടത്തിലരിഞ്ഞതും നാരങ്ങ വട്ടത്തിലരിഞ്ഞതും മല്ലിയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.